എല്ലാവരും മാതാവിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്? അതാണ് പക്ഷേ അവർ ദൈവത്തെ തേടുകയാണ് ആത്മാർത്ഥമായി. എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്? അപ്പോഴേ എൻ്റെ ഉടമ്പടി അങ്ങ് സ്വീകരിച്ചിട്ടില്ലേ? അപ്പോഴേ എൻ്റെ പ്രഭാഷണം അവർ കേൾക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ദൈവം അത് എടുക്കണത് ഒരു വിഷയമാണ്. ദൈവം അത് സ്വീകരിക്കണത് ഇറ്റ്സ് അനദർ സബ്ജക്റ്റ്, വേറെ ഒരു സബ്ജക്റ്റാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രസംഗത്തിലൂടെ അവർക്ക് മനസ്സിലാകും അവിടെ ഉടമ്പടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്? എൻ്റെ സേവനയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണോ? അതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ സബ്ജക്റ്റ്. അപ്പോഴേ അവരത് ദൈവത്തോട് കണ്ണീരോടെ വിശ്വസിച്ച് ദൈവത്തോട് കണ്ണീരോട് ചോദിക്കും, എൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങ് സ്വീകരിക്കാത്തത്? അപ്പോൾ അവർ വിസ്പർ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ ഫാബ്രിക് സ്റ്റോറി. നമുക്ക് കാര്യം വിസ്പർ ചെയ്യണം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ദൈവം ഇങ്ങനെ മന്ത്രിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ കുരിശ് രൂപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് കുരിശിൽ മുത്താൻ പോയപ്പോൾ പുറപ്പാട് 33:7 എന്ന് എഴുതി കാണിച്ചു. നമ്മൾ ഈ ദൈവത്തോട് ഒപ്പം സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്മാരെപ്പോലെ നമുക്ക് പലർക്കും മനുഷ്യന്മാരുടെ ഇടപെടെ പരിചയമുള്ളൂ. ദൈവത്തോട് ഇടപെട്ട് കഴിയുമ്പോൾ എന്ത് വിദ്യേനയും ദൈവം കൺവേ ചെയ്തിരിക്കും. അതിൻ്റെ ദെയർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്ത് വിധം ഡ്രീമെങ്കിൽ ഡ്രീം, ദർശനമെങ്കിൽ ദർശനം, അത് സ്വരമെങ്കിൽ സ്വരം, സുഗന്ധമെങ്കിൽ സുഗന്ധം, കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ മന്ത്രിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറഞ്ഞു. അവർ മന്ത്രിച്ച് എന്താണ് ചെവി പറഞ്ഞു കൊടുത്തത്? ദൈവം പറഞ്ഞു കൊടുത്തത് 2 സാമുവൽ 23:5. അപ്പോൾ അത് ദൈവം പറഞ്ഞു കൊടുക്കണതാണത്. ആർക്കും കിട്ടും. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് തേടിക്കഴിഞ്ഞാൽ ആരോടും സംസാരിക്കും ദൈവം. സത്യസന്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിഷയത്തിനാണ് പ്രാധാന്യം എടുത്ത് കൊടുത്ത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഈ ജന്മത്തെ ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കണം, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിഷയത്തെക്കാളുപരി അങ്ങേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം പുനർക്രമീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ.